തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയപ്പെട്ടവരെ, സിനഗോഗിൽ നിന്നും ക്രിസ്തു ശിമയോൻ്റെ വീട്ടിലേക്ക് പോകും. പനി പിടിച്ച് കിടക്കുന്ന അവൻ്റെ അമ്മായിയമ്മയെ അവൻ സുഖപ്പെടുത്തും. വൈകുന്നേരമാകുമ്പോൾ ആ ചുറ്റുമുള്ള എല്ലാ രോഗികളെയും ക്രിസ്തു സുഖപ്പെടുത്തും. എന്നാൽ അതിരാവിലെ അവൻ വീണ്ടും മലമുകളിലേക്ക് പോകും. അവൻ്റെ അടുത്തേക്ക് വരുന്ന പത്രോസ് ഇനിയും സുഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അനേകർ കാത്തു നിൽക്കുന്നുവെന്ന് പറയുമ്പോൾ ക്രിസ്തു അവിടെ നിന്നും പിൻവാങ്ങുന്നു. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലുടനീളം ഇങ്ങനൊരു പിൻവാങ്ങൽ നമ്മൾ കാണുന്നുണ്ട്. അവൻ മലമുകളിലേക്ക് പിൻവാങ്ങിയിട്ട് ഇനി താൻ പോകേണ്ട ഇടത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവൻ ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് പരസ്യ ജീവിതത്തിൽ നിന്നൊരു പിൻവാങ്ങലുണ്ടായിരുന്നു. ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ടുള്ള ഒരു പിൻവാങ്ങൽ. അവൻ അത്ഭുതങ്ങൾ ചെയ്തു കഴിയുമ്പോൾ തന്നെ രാജാവാക്കാൻ പിടിച്ചുകൊണ്ടുപോകുന്നു എന്ന് മനസ്സിലാക്കുന്ന ക്രിസ്തു ജനങ്ങളുടെ ഇടയിലൂടെ മറഞ്ഞു പോകുന്നുണ്ട്. ഈ ഒരു പിൻവാങ്ങലിനെക്കുറിച്ച് പത്രോസിന് മനസ്സിലായില്ല. അത്ഭുതങ്ങൾ കണ്ട് അതിൽ കണ്ണ് മഞ്ഞളിച്ചു പോയ പത്രോസ് ക്രിസ്തുവിനെ വീണ്ടും അത്ഭുതം ചെയ്യാനായിട്ട് പ്രചോദിപ്പിക്കുകയാണ്. എന്നാൽ എല്ലാ അത്ഭുതങ്ങളും ചെയ്തതിന് ശേഷം മരണത്തിൻ്റെ സമയം ഉറപ്പിക്കാൻ വേണ്ടി ക്രിസ്തു അല്പകാലം മറഞ്ഞിരുന്നു. നമ്മിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്നത് എന്താണെന്ന് തിരിച്ചറിയാനുള്ള കൃപയാണ് വിവേകമെന്നത്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. എന്നാൽ അത്ഭുതങ്ങളെക്കാൾ ഉപരി ആവശ്യമായ സമയത്ത് ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് പിൻവാങ്ങലും ഏറ്റവും വലിയ കൃപയാണ്. ആ ഒരു കൃപയ്ക്കായി നമുക്കിന്ന് പ്രാർത്ഥിക്കാം.